ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ മുമ്പോട്ട് മൈൻക്രാഫ്റ്റിൻ്റെ ഡെയിലി വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ന്യൂ വേൾഡ്. നമുക്ക് വേൾഡിൻ്റെ പേര് ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് മരം കട്ട് ചെയ്ത് തന്നെ നമ്മുടെ വേൾഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ആവാനുള്ള സ്റ്റോൺ മൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോൺ ആക്സ്, സ്റ്റോൺ പിക്കാക്സ്, ഒരു സ്റ്റോൺ സ്വാഡ് ഇത്ര ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ അയൺ ആർമർ ആവണം. പിന്നെ നമുക്കൊരു വില്ലേജ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഗോൾസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു കേവ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഫുൾ അയൺ ആർമർ ആവാം. അപ്പോൾ ഗൈസ് നമുക്ക് വേണ്ട വൂള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ നൈറ്റും സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വൂളൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഒരു ഫർണസ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫുഡൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫുഡ് കുക്കായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളൊരു ഫസ്റ്റ് കേവ് കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്കൊരു ഫസ്റ്റ് കേവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കയറി വെക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഫസ്റ്റ് പീസ് അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൈൻ ചെയ്തെടുക്കാം. കൂടെ നമുക്ക് ഈ കോളോടെ മൈൻ ചെയ്തെടുക്കാം അയൺ സ്മെൽറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഒരു നല്ല വലിയ കേവാണ് വേണ്ടത്. അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം വലിയൊരു കേവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുൾ അയൺ ആർമറുള്ള അയൺ നമുക്ക് ഇവിടുന്ന് മൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 ഫർണസ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് 2 അയൺ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു ബെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ് നമുക്കങ്ങ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഫൈനലി നമുക്ക് ഫുൾ ആർമർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് വെയർ ചെയ്യാം. ഇനി നമുക്കൊരു വാട്ടർ ബക്കറ്റോടെ ക്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ കൈ പിടിച്ചേക്കാം. എന്നിട്ട് നമുക്കൊരു വില്ലേജ് ഫൈൻഡ് ചെയ്യാം.
പോകുന്ന വഴിക്ക് നമുക്കൊരു സ്പ്രൂസ് ബയോമ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 4 സാപ്ലിംഗ് കൊടുക്കാം. നമുക്കൊരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഈ വില്ലേജ് അല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു പ്ലെയിൻസ് വില്ലേജാണ് വേണ്ടത്. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോഴത്തേക്ക് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് അടുത്ത വില്ലേജ് തപ്പിപ്പോവാം. നമ്മളൊരു ഷിപ്പറൊക്കെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതോടെ ഒന്ന് ലൂട്ട് ചെയ്യാം. നമുക്കൊരു ട്രഷർ മാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പിന്നെ നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ കിട്ടിയതെല്ലാം വാരിക്കൊണ്ട് നമുക്കിനി വില്ലേജ് ഫൈൻഡ് ചെയ്യാൻ പോവാം. നമുക്ക് ഇതുവരെ ഒരു വില്ലേജ് കിട്ടിയിട്ടില്ല കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ ഒരുപാട് ദൂരം വന്നു. 2 hours later. 3 hours later. 1 eternity later. പോകുന്ന വഴിക്ക് നമുക്കൊരു മോണുമെന്റോടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. ഗൈസ് ലിറ്ററലി നമ്മൾ രണ്ടാമത്തെ ഒരു ഷിപ്രൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതോടെ ഒന്ന് ലൂട്ട് ചെയ്യാം. നമ്മൾ ഇതുവരെ ആയിട്ടൊരു വില്ലേജ് ഫൈൻഡ് ചെയ്തില്ല. ഞാനിപ്പോൾ 1 മണിക്കൂറായി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതുവരെ വില്ലേജ് കിട്ടിയിട്ടില്ല. എൻ്റെ ഇൻവെൻറ്ററി ഫുള്ളായി. അപ്പോൾ ഞാൻ എൻ്റെ ഇൻവെൻറ്ററി ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മളൊരു പ്ലെയിൻസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന മൗണ്ടൈൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമ്മൾ റെൻഡർ ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടോയെന്ന്. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു വില്ലേജ് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫൈനലി ഗൈസ് നമുക്ക് വില്ലേജ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്നും അറിയില്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ സൂം ചെയ്ത് കൊടുക്കാം. ഗൈസ് ദേ മൗണ്ടൈൻ്റെ മുകളിൽ നമുക്ക് കാണാം ഒരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് അങ്ങനെ നമ്മൾ വില്ലേജിൽ കയറി. അപ്പം തന്നെ ഉമാരുടെ സൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന ഹേബയിലൊക്കെ കളക്ട് ചെയ്യാം. ഗൈസ് ഒരു വീട് ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോടെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഗൈസ് ഇങ്ങനത്തെ ഒരു വില്ലേജിലൊരു വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. റയറാണോ ഗൈസ്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് നമ്മൾ അറ്റ്ലാസ്റ്റ് നമ്മുടെ ഗോൾസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഒരു വില്ലേജ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരുന്ന എപ്പിസോഡിൽ നമുക്കൊരു ചെറിയൊരു ബേസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇനി വരുന്ന വീഡിയോസ് ഇതിലും ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് എന്നെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.